ഹായ് ഹലോ ആൻഡ് വെൽക്കം എവ്രിവൺ. ഒരു റീറ്റെയിൽ സ്പേസ് ഡിസൈനർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷത്തിന് മേലെയായി. ഐ ഡിഡ് മൈ ഡിസൈൻ ഫ്രം ലിഫ്റ്റ് ഡൽഹി. പിന്നെ ഐ ഹാഡ് ലൈക്ക് ക്വൈറ്റ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ബാക്ക് ഇൻ ഇന്ത്യ. Then I moved to Dubai. Then now I am settled in Canada. Throughout my journey, I've learned a lot of things, especially when it comes to designing spaces and connecting with people, telling stories. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ I have quite a lot of experience. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തുകൂടാ. ലൈക്ക് എൻ്റെ പ്രോസസ്, ഐ വോണ്ട് ടു ഷെയർ മൈ പ്രോസസ് വിത്ത് യു ഗൈസ്. ലൈക്ക് സ്റ്റാർട്ടിങ് ടു എൻഡ് എൻ്റെ ഒരു ഡിസൈൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. മൈ നെയിം ഇസ് രേഷ്. ഐ ആം എ റീറ്റെയിൽ സ്പേസ് ഡിസൈനർ and I have over 10 years of experience in retail industry. ഞാൻ കൂടുതലും റീറ്റെയിൽ സ്പേസ്, വെന്യൂ സ്റ്റൈലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മൈ ഫസ്റ്റ് സ്റ്റെപ്പ് is to understand the reason. And the first question എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? What do you want from me? I ask them specific questions because I get to understand the client. അങ്ങനത്തെ ഒരു checklist, I have a lot of questions which I formatted എങ്ങനെ to approach a client എന്നുള്ളത്. If you guys are interested in knowing, let me know in the comments. I can make a video specifically for the questions to ask your client. കറക്റ്റ് ആയിട്ടുള്ള ഒരു why കിട്ടിക്കഴിഞ്ഞാൽ I started building on those questions. Like നിങ്ങളെക്കുറിച്ച് പറയുമോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഹോബി എന്താണ്. ഐ സ്റ്റാർട്ട് ബിൽഡിങ് ഓൺ ടു അണ്ടർസ്റ്റാൻഡ് ബിറ്റ് മോർ ഓഫ് അവരുടെ പേഴ്സണാലിറ്റി. കാരണം നമ്മളൊരു സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ, സ്പെഷ്യലി നമ്മളൊരു വീട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അവിടെ എന്നെ കാണരുത് എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എനിക്ക് കാണേണ്ടത് എൻ്റെ ക്ലയൻറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലയൻറ്റിൻ്റെ ഹോബീസിനെ കുറിച്ച് ഞാൻ ചോദിക്കും, അവരുടെ ഇൻട്രസ്റ്റുകളെ കുറിച്ച് ഞാൻ ചോദിക്കും. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എൻ്റെ നെക്സ്റ്റ് സെഷൻസിലുണ്ടാവുക. വൺസ് ഐ എം റിയലി കോൺഫിഡൻറ്റ് അബൌട്ട് ലൈക്ക് എൻ്റെ ക്ലയൻറ്റിന് എനിക്ക് ഇൻ ആൻഡ് ഔട്ട് മനസ്സിലായി എന്ന് തോന്നുമ്പോൾ ഐ ആസ്ക് മേ ബി മോർ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു എന്താ പറയുക പീസസ് കിട്ടുന്നത്. ലൈക്ക് കാരണം നമ്മൾ ഒരു സ്റ്റോറി ആണല്ലോ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നിന്നാണ് ആക്ച്വലി ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺസ് ക്ലയൻറ്റ് മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഐ പുട്ട് ഇൻ ടു വേർഡ്സ് പ്രോപ്പറായിട്ട്. അപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് ഇരുന്ന് നല്ല വേർഡ്സിലൊക്കെ ഇരുന്ന് എഴുതുന്നത്. എന്നിട്ട് ഐ സി ഇതിൽ എന്താണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഐ മേക്ക് ഷുവർ ഐ പുട്ട് ഇൻ ടു ബുള്ളറ്റ്സ് ആൻഡ് ഐ സെൻഡ് ഇറ്റ് ടു ദ ക്ലയൻറ്റ്. അതെൻ്റെ ഒരു ബ്രീഫ് ആയിരിക്കും. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ ഇന്നതൊക്കെ കാണും, ലൈക്ക് ഇന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. ഐ മേക്ക് ഷുവർ ഐ മേക്ക് എ ചെക്ക് ലിസ്റ്റ് ഓഫ് തിങ്സ്. ഞാനൊരു ബ്രീഫ് തിരിച്ചയച്ചു കൊടുക്കും. ഇറ്റ് കുഡ് ബി ഇൻ ദ ഫോം ഓഫ് എൻ ഇമെയിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ്. ഐ ലൈക്ക് ടു കീപ് ഇറ്റ് പ്രൊഫഷണൽ. ഞാൻ യൂഷ്വലി ഇമെയിൽസ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ഇമെയിൽസ് ആർ ലൈക്ക് എ പ്രൊഫഷണൽ വേ ഓഫ് ഡോക്യുമെന്റിങ് തിങ്സ്. അപ്പം യു നെവർ നോ യുവർ ക്ലയൻറ്റ്സ്, റൈറ്റ്? ലൈക്ക് സ്പെഷ്യലി നമ്മളുടെ വെരി ഓൺ ഇന്ത്യൻ ക്ലയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് പേയ്മെന്റിന്റെ ഇഷ്യൂസ് വരും, ഡോക്യുമെന്റേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അവർ പറയും ഓ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല, ഓ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ടു അവോയ്ഡ് എവറിഥിങ് എല്ലാ ഇമെയിൽ അയക്കുന്നതാണ് ഇഷ്ടം. അതിന് ശേഷം ഐ ട്രൈ ടു പിക്ക് 5 keywords. ആ 5 keywords ആണ് എൻ്റെ മൊത്തം മൈ സ്റ്റോറി ബോർഡ് ആൻഡ് മൈ വിഷൻ ബോർഡ് ആൻഡ് മൈ മൂഡ് ബോർഡ് പ്രോജക്ട് കൊളാജ്. ഇതിലെല്ലാം ഈ 5 keywords ആണ് റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരു ലിവിംഗ് റൂം ആണെങ്കിൽ നമ്മൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി കൺസിഡർ ചെയ്യണമല്ലോ, മൊത്തം ഫാമിലിയുടെ പേഴ്സണാലിറ്റി കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്താണ് ആ ഫാമിലിക്ക് ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടം, എന്തൊക്കെയാണ് ആ ഫാമിലി ഒരുമിച്ച് ചെയ്യുന്നത്, അങ്ങനത്തെ അവർക്ക് ആൾക്കാരെ വീട്ടിൽ ക്ഷണിക്കുന്ന ഇഷ്ടമാണോ, അവർക്ക് ഗ്യാതറിങ്സ് ഇഷ്ടമാണോ, അവർക്ക് കുക്കിംഗ് ഇഷ്ടമാണോ, അവരുടെ ഒരുമിച്ചുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, their passion, their love for music, whatever it could be. 5 keywords. 5 is the magic number. I would say maximum 7. അപ്പോൾ ആ 5 keywords ഡിറൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് വിഷൻ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് എനിക്ക് വിഷൻ ഫസ്റ്റ് വരില്ല, എനിക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവരുടെ പല പേഴ്സണാലിറ്റീസ് ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു കളേഴ്സോ എന്തെങ്കിലും ലൈക്ക് ലെറ്റ്സ് സേ അവർക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്ന് വെച്ചോ, അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യുന്നത് മലകളുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ കോസ്റ്റൽ ആയിട്ടുള്ള ഏരിയ ആണോ, അവർക്ക് ബീച്ചസ് ആണോ ഇഷ്ടം, എന്താണോ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടാവില്ലേ, ആ വൈബിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പിക്ക് ചെയ്യും. എന്തെങ്കിലും ഇറ്റ് കുഡ് ബി ഇപ്പോൾ അവർ യൂറോപ്പ് ട്രിപ്പ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്കൊരു യൂറോപ്യൻ വൈബ് ആയിരിക്കും, അപ്പോൾ ആ വൈബ് ഞാൻ പിടിക്കും. അല്ലെങ്കിൽ അവർ തായ്ലൻഡ് പോയിട്ടുണ്ട്, ഫാമിലിയായിട്ട് തായ്ലൻഡ്, അപ്പോൾ ഐ ടേക്ക് ദാറ്റ് ആസ് എ വൈബ്. ഇത് ഞാനൊരു എക്സാമ്പിൾ തരുന്നതാണ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് സിനിമ കാണുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അത് പിക്ക് ചെയ്യും. ലൈക്ക് വാച്ചിങ് എ മൂവി ടുഗെദർ ഇൻ ദ ഹൗസ്, നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ, അങ്ങനത്തെ ഒരു ഫീലിംഗ് എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ എടുക്കും ഒരു എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഇൻസ്പിറേഷൻ ഇമേജാണ്
ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ചിലപ്പോൾ ഇമേജ് ആവും, ചിലപ്പോൾ കളർ ആയിരിക്കാം. അതാണ് നിങ്ങളുടെ ബ്രേക്ക് ത്രൂ ടു ഗെറ്റ് ഇൻ ടു ദെയർ ഇൻ ദ മൂഡ് ബോർഡ്. അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്ന ഇമേജ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ കമ്പത്തിലേക്ക് എനിക്കിത് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം, ഇങ്ങനത്തെ ഒരു മൂഡ് വേണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഐ ട്രൈ ടു ലൈക്ക് ടേക്ക് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ദാറ്റ്. കാരണം നമുക്ക് ക്ലയൻറ്റിനെ ഡിസപ്പോയിന്റ് ചെയ്യണ്ടല്ലോ. ലോട്ട് ഓഫ് വേസ് ടു ഫൈൻഡ് ഇൻസ്പിറേഷൻ. സോ വൺസ് അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ മൂഡ് ബോർഡ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ മൂഡ് ബോർഡിൽ ഐ മേക്ക് ഷുവർ ഈ 5 കീവേഡ്സ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് അതിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. ഇപ്പൊ എനിക്ക് 4 കീവേഡ്സ് ഉണ്ടെങ്കിൽ ആ 4 കീവേഡ്സും സ്ട്രോങ് ആയിട്ട് ഞാൻ അതിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. സോ വൺസ് എൻ്റെ മൂഡ് ബോർഡ് റെഡി ആയി കഴിയുമ്പോൾ ഹാഫ് ഓഫ് ദ ജോബ് ഇസ് ഡൺ. എൻ്റെ മേജർ ഹേർഡിലാണ് ഗെറ്റിംഗ് എ മൂഡ് ബോർഡ് ഡൺ എന്നുള്ളത്. കാരണം നമ്മൾ ഒരു മൂഡ് ബോർഡ് പോലെ ഒരിക്കലും വേറൊരു ക്ലയന്റിന്റെ മൂഡ് ബോർഡ് ഇരിക്കരുത്. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മൂഡ് ബോർഡ്സും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, വളരെ പേഴ്സണൽ ആയിരിക്കും, വളരെ ടു ദ ബ്രീഫ്, ടു ദ ടീ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് കൊളാജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫർണിച്ചേഴ്സ് ആണ് വേണ്ടത്, മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ? ഇപ്പോൾ മോഡേൺ ആണെങ്കിൽ നമുക്ക് ഹോം സെൻറ്റർ ഉണ്ട്, ഐക്യ ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്. സ്റ്റോറീസിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഫർണിച്ചർ ഒക്കെ കിട്ടും. ഐ മേക്ക് ഷുവർ ലൈക്ക് മൈ പ്രൊഡക്റ്റ് കൊളാജ് ഇസ് വെരി റിയലിസ്റ്റിക്. വുഡ് ബോർഡ് ആൻഡ് പ്രൊഡക്റ്റ് കൊളാജ് അടുത്ത് വെക്കുമ്പോൾ ഇറ്റ് ഷുഡ് ലുക്ക് ഓർ ഇറ്റ് ഷുഡ് ഹാവ് സിമിലർ ഫീലിംഗ്. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഫെയിലായി. അപ്പം ഐ ട്രൈ ടു ബ്രിങ് ദിസ് മൂഡ് ഇൻ ടു മൈ പ്രൊഡക്റ്റ് കൊളാജ്. എപ്പോഴും ഞാൻ അത് ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. വൺസ് പ്രൊഡക്റ്റ് കൊളാജ് ഇസ് റെഡി, മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്കെച്ചസ്. ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ട് ഐ ട്രൈ ടു പുട്ട് ലൈക്ക് എന്താ പറയാ, ആ ഒരു ഹാൻഡ്സ് ഓൺ തിങ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു കറക്റ്റ് എൻ്റെ തോട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഐ ട്രൈ ലൈക്ക് ക്വിക്ക്ലി എന്തെങ്കിലും സ്കെച്ചസ് ചെയ്യും. വൺസ് ഐ ഹാവ് എവറിത്തിങ് റെഡി, ഞാൻ 3Dയിലേക്ക് പോകും. ഐ ഡു എ റഫ് ഡ്രാഫ്റ്റ് ഫസ്റ്റ്, ഒരു റഫ് സ്കെച്ച് വിത്ത് റഫ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഐ ട്രൈ ടു ലൈക്ക് ഹാവ് എ ചെക്ക് പോയിന്റ് വിത്ത് മൈ ക്ലയൻറ്റ്. ഉള്ളതെല്ലാം കാര്യങ്ങളൊക്കെ അവർക്ക് ഓക്കെ ആണോ എന്ന് പറയാനായിട്ട് ചെറിയൊരു പെട്ടെന്നുള്ളൊരു ചെക്ക് പോയിന്റ്. അതിൽ ഞാൻ കൂടുതൽ ഡിസ്കസ് ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല. ബിക്കോസ് നമ്മൾ ഏർലി സ്റ്റേജസ് ഓഫ് ഡിസൈൻ ആണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒത്തിരി അവരുടെ ഒപ്പീനിയൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം they will be like, oh, this is not what we are looking for. അങ്ങനത്തെ ഒരു പെട്ടെന്ന് അങ്ങനത്തെ ഒരു സാധനം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷെ ഐ ട്രൈ ടു ലൈക്ക് ഷോ ദ മൂഡ് ബോർഡും പിന്നെ പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഈ ഒരു വൈബ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ഫുള്ള് വർക്ക് ചെയ്തിട്ട് പിന്നെ എനിക്കെല്ലാം ഫുള്ള് റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വിക്ക് ഒരു 10 to 15 minutes, അതിൽ കൂടുതൽ ഞാൻ ഇതിലൊന്നും സമയം കൊടുക്കാറില്ല. അവരെ ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ കാണിക്കും. എന്നിട്ട് ഐ ബി ലൈക്ക് ദിസ് ഇസ് ദ ജസ്റ്റ് ഓഫ് ഇറ്റ്, ഇതിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് പീക്കാണ്, അല്ലാതെ ഇത് ഫൈനൽ അല്ല എന്ന് ഞാൻ മെയിനായിട്ട് പറഞ്ഞ് അവർ മനസ്സിലാക്കിയിട്ടാണ് ഇത് കാണിക്കുക. ആൻഡ് ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ക്ലയൻറ്റ്. നിങ്ങളെ ക്ലയൻറ്റ് അത് മനസ്സിലാക്കുന്ന ഒരു വേവ് ലെങ്ത് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് വേണോ വേണ്ടയോ എത്രത്തോളം വേണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യണം. ദ ഡിസൈൻ ഇസ് നെവർ ഫോർ യു എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. ബിക്കോസ് സം ഓഫ് us ആർ ആർട്ടിസ്റ്റ്, റൈറ്റ്? ലൈക്ക് എനിക്ക് അതാണ് പറ്റിയിരുന്നത്. ഞാൻ ആക്ച്വലി വെൻ ഐ സ്റ്റാർട്ട് ദ കരിയർ ഐ വാസ് ആക്ച്വലി ആൻ ആർട്ടിസ്റ്റ് ഹൂ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡിസൈനർ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ ഒരു സ്പേസിൽ നിന്നാണ് ചിന്തിച്ചിരുന്നത്. എവറിത്തിങ് വാസ് വെരി പേഴ്സണൽ. ഞാൻ എന്ത് ഡിസൈൻ ചെയ്താലും അത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഭയങ്കര പേഴ്സണൽ ആയിരുന്നു, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ഐ റിയലൈസ്ഡ് അത് ആക്ച്വലി ഇറ്റ് കെയിം വിത്ത് ഏജ് ആൻഡ് എക്സ്പീരിയൻസ്. ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പറയാനില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് കെയിം വിത്ത് എ ലോട്ട് ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ ക്ലയൻറ്റ്. ഒരു ഡിസൈനർ മേക്ക് ഓർ ബ്രേക്ക് ചെയ്യുന്നത് ഇസ് ദ ക്ലയൻറ്റ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ വൺസ് ആ ഒരു ചെക്ക് പോയിന്റിന് ശേഷം ഇഫ് ബോത്ത് ദ പാർട്ടീസ് ആർ ഹാപ്പി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഐ കണ്ടിന്യൂ വിത്ത് മൈ ഡിസൈൻ. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആദ്യം തന്നെ ഉണ്ടാവുമെങ്കിൽ ലാസ്റ്റ് ഒരു ഡിസൈൻ കാണുമ്പോൾ ഉള്ള ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വൈ ഫസ്റ്റ് ആ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിവേസ് അതിന്
അതിനുശേഷം നമ്മൾ 3D ഡിസൈൻ ചെയ്യുന്നു. യൂഷ്വലി 3D ചെയ്യുന്നത് സ്കെച്ചപ്പ് ഓർ റെവറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കെച്ചപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ വിഷ്വൽ ആൻഡ് കുറച്ചുകൂടെ എന്താ പറയുക സ്കെച്ചി ഫീലിങ്ങും കുറച്ചുകൂടെ എന്താ പറയുക പല പല ഫിൽറ്റേഴ്സൊക്കെ അതിൽ അവൈലബിൾ ആയതുകൊണ്ട് ഐ ക്യാൻ പ്ലേ വിത്ത് ദം. റെൻഡറിങ് ഒന്നും ചെയ്ത് കൊടുക്കാറില്ല, കാരണം ഐ തിങ്ക് ദാറ്റ്സ് വേസ്റ്റ് ഓഫ് ബോത്ത് ആർ ടൈം. പക്ഷേ ഇറ്റ് ഓൾസോ ആഡ്സ് അപ്പ് ടു ദ മണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെൻഡറിങ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഐ ഗീവ് എ വെരി നൈസ് 3D sketches. Once the final 3D is done, I have my final meeting with the client. This is when I'm handing over my project to the client, right? ഞാൻ പ്രോപ്പർ പാക്കേജ് ഉണ്ടാക്കും. ആ പാക്കേജിൽ എൻ്റെ പാക്കേജിൽ ഐ വിൽ ഇൻക്ലൂഡ് ഫസ്റ്റ് ബ്രീഫ് ഉണ്ടാവും, അവരുടെ കീവേഡ്സ് ആൻഡ് മൂഡ് ബോർഡ്സ് ഉണ്ടാവും, പ്രൊഡക്റ്റ് കൊളാജസ് ഉണ്ടാവും, പിന്നെ എൻ്റെ ഡിസൈൻസ് ഉണ്ടാവും. എൻ്റെ പല മേ ബി ഇഫ് ഐ ആം ഗിവിങ് ഓപ്ഷൻസ്, ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം അതിൽ വയ്ക്കും. ഐ ഓൾസോ മേക്ക് ഷുർ ഐ ഇൻക്ലൂഡ് കാർപ്പൻട്രി ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള കാർപ്പൻട്രീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഗിവ് കാർപ്പൻട്രി ഡീറ്റെയിൽസ്. ഐ ആഡ് മെഷർമെൻറ്റ്സ്, പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സ്. ഇപ്പം ഞാനോ എൻ്റെ ടീമോ അല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഐ മേക്ക് ഷുർ ഐ കീപ് പ്രോപ്പർ ഇലക്ട്രിക്കൽ പോയിന്റ്സ്. എനിക്ക് സ്പെസിഫിക് ആയിട്ട് വല്ലതും വേണമെങ്കിൽ ഞാൻ അത് മെൻഷൻ ചെയ്യും. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പെയിന്റ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ മേക്ക് ഷുർ ആ പെയിന്റ് കോഡ് കൊടുക്കാൻ. വാൾപേപ്പർ ഇഫ് ഐ എം ഗോയിങ് ത്രൂ സ്പെസിഫിക് ഏതെങ്കിലും കമ്പനിയിൽ നിന്നാണ് ഞാൻ വാൾപേപ്പർ പിക്ക് ചെയ്തേക്കുന്നെങ്കിൽ ഐ ഗിവ് ദ വാൾപേപ്പർ ഡീറ്റെയിൽസ്. അങ്ങനെ ഐ ഗിവ് എവറിത്തിങ് ഇൻ ദാറ്റ് പാക്കേജിൽ. ഇറ്റ്സ് എ വെരി 100% ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ഐ ഗിവ് ദം ദാറ്റ് പാക്കേജ് ആൻഡ് ഐ വിൽ ബി ലൈക്ക് ഇത് നിങ്ങളുടെ ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് പ്രോജക്ട് ഫ്രം ഹിയർ. ഇഫ് വി ആർ ദ വൺസ് ഹു ആർ ഇംപ്ലിമെന്റിംഗ് വി വിൽ ആസ്ക് ദം ലൈക്ക് when is the right time to implement, when can we come in and implement, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ഇതാണ് എൻ്റെ ഓവറോൾ പ്രോസസ്. Let's see if I have missed something. Yeah, that's it. I usually go for budget friendly makeovers. I make sure that എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിരിക്കണം. എനിക്ക് ഐ ആം കേറ്ററിംഗ് ടു എ വൈഡർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഐ ഹാവ് മൈ ഫുൾ ടൈം ജോബ്. ഇതെൻ്റെ ഒരു പാർട്ട് ടൈം ഗിഗ് മാത്രമാണ്. സോ ഐ കീപ് ഇറ്റ് stress free. Yeah, so that's the whole process. I hope this video was helpful for you. ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടിയെങ്കിൽ, if this was helpful, let me know in the comments so that I can see if I want to do more of these videos, or please do share with interior design co-workers or friends you have. Please do make sure to like, share and subscribe. Thank you. Bye bye.